സോ ഈ ഒരു വീഡിയോയിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ടീമുകളുടെ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളുണ്ട്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 200 ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. സോ എന്തായാലും വൈകുന്നേരം നമുക്ക് കേരള സ്ട്രൈക്കേഴ്സുമായിട്ട് വന്നപ്പോഴേക്കുന്ന അപ്ഡേറ്റ് തന്നെ നോക്കാം. ഇത് കേരള സ്ട്രൈക്കേഴ്സ് മറ്റൊരു ഡൊമസ്റ്റിക് താരത്തെ കൂടെ സൈൻ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇങ്ങനെ പേരുകളൊക്കെ പറഞ്ഞ് കേൾക്കുന്ന സുഡീക്കയുടെ പേരാണ്, മിക്കവാറും സുഡീക്ക ആയിരിക്കും എന്നാണ് തോന്നുന്നത്. സോ അദ്ദേഹം അല്ലാതെ വേറെ ആരാണ് ഈ ഒരു സമയത്തെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് കണ്ട് തന്നെ അറിയാം ആരായിരിക്കും ആ ഒരു സൈനിങ് എന്ന്. സോ എന്തായാലും ഡൊമസ്റ്റിക് സൈനിങ് കഴിഞ്ഞെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഉടൻ തന്നെ അനൗൺസ്മെൻറ്റ് ഉണ്ടാകുമെന്നും പറഞ്ഞ് കേൾക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ സാധിക്കുമോ ആരായിരിക്കും ആ ഒരു പ്ലെയർ എന്ന്? അങ്ങനെയെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക. എന്തായാലും നമുക്കിനി അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കാം. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒവൻ കോയൽ പറഞ്ഞൊരു കാര്യമാണ്. അതായത് VAR കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വിദേശ റഫറിമാരെയെങ്കിലും കൊണ്ടുവരാൻ ശ്രമിക്കൂ എന്നാണ് ഇപ്പോൾ ഒവൻ കോയൽ പറയുന്നത്. അതായത് ഇന്ത്യൻ റഫറീസിൻ്റെ തീരുമാനങ്ങളൊക്കെ വളരെ മോശമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അനാവശ്യ റെഡ് കാർഡുകൾ, അനാവശ്യ കാർഡുകൾ, കളിയുടെ തടസ്സം നിൽക്കുന്ന രീതിയിലുള്ള വിസിലുകൾ, അതുപോലെ തന്നെ കറക്റ്റായിട്ടല്ലാത്ത തീരുമാനങ്ങൾ, ഇതൊക്കെ ഇന്ത്യൻ സൂപ്പർ ലീഗിനെ ബാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഒവൻ കോയൽ പറഞ്ഞിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഒരു വിദേശ റഫറിമാരെ അപ്രോച്ച് ചെയ്യുക. ഇന്ത്യൻ റഫറിമാർ ഉറപ്പായിട്ടും വേണം, പക്ഷേ അവർ എന്താ പറയുക പ്രൂവ് ചെയ്യുന്നില്ല ഇത്രയും നാളായിട്ടും. സോ വിദേശ റഫറിയുടെ ആവശ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഒവൻ കോയൽ ഇപ്പോൾ പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വിദേശ റഫറിമാർ വേണോ ISL? കമൻറ്റ് ബോക്സിൽ പറയുക.